തിരുവനന്തപുരം ചിറയൻകീഴിൽ KPC അധ്യക്ഷന്റെയും രമ്യ ഹരിദാസിന്റെയും കോലം കോൺഗ്രസ് പ്രവർത്തകർ കത്തിച്ചുവെന്ന വിവരമുണ്ട്. ചിറയൻകീഴിൽ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം. കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി വേണ്ട എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് പ്രാദേശിക നേതാക്കളുടെ മുന്നറിയിപ്പ്. രമ്യ ഹരിദാസ് കത്തട്ടെ, കത്തട്ടെ, രമ്യ ഹരിദാസ് കത്തട്ടെ, സണ്ണി ജോസഫ് കത്തട്ടെ. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, ഇപ്പോ ഒരുപിടി പ്രശ്നങ്ങളുമായാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF. സംശയമില്ല. MP-മാരുടെ മത്സര ആവശ്യം അത് പൂർണ്ണമായും തള്ളി. അതെങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളതാണ്. തിരുവനന്തപുരം സെൻട്രൽ അടക്കമുള്ള സീറ്റുകളിലെ തർക്കം ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നു. ഘടകകക്ഷികളെ മെരുക്കണം. അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പരിഹരിച്ച്, സാധാരണ നമുക്കറിയാം കോൺഗ്രസ്സിലെ UDF-ലെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും വളരെ സജീവമാണ്, സംശയമില്ല. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി ഒരു അവധാനതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ. 2 ദിവസത്തിനകം അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകും. അത് പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്നാണ് നേതൃത്വം നൽകുന്ന സൂചന. പക്ഷേ പ്രാദേശികമായ തർക്കങ്ങൾ കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ നിലനിൽക്കുന്നു എന്നതാണ് നേതൃത്വത്തെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം CMPക്ക് വിട്ടു നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് UDF എത്തിയിരുന്നു. അതോടൊപ്പം കോവളം സീറ്റിന്റെയും വട്ടിയൂർക്കാവിൽ K. മുരളീധരന്റെയും കാര്യത്തിൽ മാത്രമാണ് തർക്കങ്ങളില്ലാത്ത ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. മറ്റെല്ലാ സ്ഥലങ്ങളിലും തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമേ ഈ തർക്കങ്ങൾ നിലനിൽക്കുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് ഒരു അന്തിമമായ ചിത്രം വ്യക്തമാകുകയുള്ളൂ. നിലവിൽ 31 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലാണ് തീരുമാനമായിരിക്കുന്നത്. അതിൽ 20 സിറ്റിംഗ് MLA-മാർ, ശേഷിക്കുന്ന 11 പേർ തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള 11 മണ്ഡലങ്ങൾ. ഇങ്ങനെ 31 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഒരുപക്ഷെ ഇന്ന് തന്നെ പ്രഖ്യാപനം ചിലപ്പോൾ ഉണ്ടായേക്കാം. അതിനുശേഷം ശേഷിക്കുന്ന പട്ടിക നാളത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡാണ് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ